മക്കളെ, നമ്മൾ യുഎസ്എസിന്റെ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യനുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് നോക്കാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇപ്പോൾ ഒരു പി ക്യു ആർ എസ് എന്ന് പറഞ്ഞ സ്ക്വയർ ഉണ്ട്. ജോയിൻ ദ പോയിന്റ്സ് 2 centimeter away from the vertices of square ABCD. If the area of square PQRS is 40 square centimeter, what is the length of one side of the ABCD square? Ready? നോക്കിക്കോ, ഇന്ന് ഒരു പിക്ചറിലായിട്ടുള്ള നമുക്ക് ക്വസ്റ്റ്യൻ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. റെഡി? നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പി ക്യു ആർ എസ് എന്ന് പറയുന്ന ഒരു സ്ക്വയർ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഈ പി ക്യു ആർ എസ് സ്ക്വയർ എങ്ങനെ ഉണ്ടായത്? നമ്മളെ വലിയൊരു സ്ക്വയർ പുറത്ത് കിടക്കുന്നുണ്ട്. ഈ പുറത്ത് കിടക്കുന്ന വലിയ സ്ക്വയർ ഉണ്ടല്ലോ, അതിന്റെ എല്ലാ പോയിന്റ്സ്, അതിന്റെ കോർണറുകള് വെർട്ടിസിൽ നിന്ന് ഒരു 2 സെന്റിമീറ്റർ എന്ത് ചെയ്തു, ഇങ്ങോട്ട് മാറിയിട്ടാണ് ആരുള്ളത്, പി ക്യു ആർ എസുകൾ ഉണ്ടായിട്ടുള്ളത്. റെഡി? ഇവിടുന്ന് 2 സെന്റിമീറ്റർ, ഇവിടുന്ന് 2 സെന്റിമീറ്റർ, ഇവിടുന്ന് 2 സെന്റിമീറ്റർ. റെഡി? ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പി ക്യു ആർ എസിന്റെ ഏരിയ എന്താണ്? പി ക്യു ആർ എസിന്റെ ഏരിയ എന്താണ്? 40 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞത് ആളെയാണ്, ഈ ആളെയാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. ആരെ? വലിയ സ്ക്വയറിന്റെ ഒരു വശത്തെയാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. റെഡി? നമുക്ക് ഈ ഒരു വശം ബി സി എന്ന് പറയുന്ന ഈ ഒരു വശം കാണണമെങ്കിൽ നമ്മൾ എടുത്തിട്ടുണ്ട് ബി ക്യു ഉണ്ട്, ക്യു സി ഉണ്ട്. ബി ക്യൂടെ നീളം നമുക്ക് ഓൾറെഡി അറിയാം എത്രയാണെന്ന്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ആളാരാണ്? ക്യു സി മാത്രമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്ക് ഹിന്റ് തന്നിട്ടുള്ളതാണ് ഉള്ളിലെ സ്ക്വയർ. ഇനി ഉള്ളിലെ സ്ക്വയർ നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ സ്ക്വയറിന്റെ ഒരു സൈഡിൽ നമുക്ക് എ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു സ്ക്വയറിന്റെ ഏരിയ നമ്മൾ എങ്ങനെ കാണാം? ഒരു സ്ക്വയറിന്റെ ഏരിയ നമ്മൾ കാണാം എ ഇൻറ്റു എ ആണ്. റെഡി? അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എ സ്ക്വയർ എന്ന് പറയാൻ പറ്റും. റെഡി? ആ എ സ്ക്വയർ ആണ് ആരടാ? ആ എ സ്ക്വയർ ആണ് 40. റെഡി? ആ എ സ്ക്വയർ 40 ആണെങ്കിൽ നമുക്ക് അവിടുന്ന് എ കണ്ടുവിടറാ. അപ്പൊ എ കാണാൻ സ്ക്വയറിന്റെ ഓപ്പോസിറ്റ് ആളാരാണ്? സ്ക്വയറിന്റെ ഓപ്പോസിറ്റ് പരിപാടി ആരാണ്? റൂട്ടാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് 40 എന്ന് കിട്ടും. റൂട്ട് 40. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു വശം എന്തായിരിക്കും? റൂട്ട് 40 ആയിരിക്കും. ഈ ഒരു വശം റൂട്ട് 40 ആയിരിക്കും. അങ്ങനെ ഈ 4 വശങ്ങളും റൂട്ട് 40 ആയിരിക്കും. റെഡി? ഞാൻ കിട്ടേണ്ട വശം ആരായിരുന്നു? ക്യു സി ആയിരുന്നു കിട്ടേണ്ട വശം. നോക്കുന്ന സമയത്ത് എൻ്റെ അടുത്തുണ്ട് ഈ ആളുണ്ട്. എനിക്ക് ഈ ആളെയാണ് കാണേണ്ടത്. ആരെ ഉപയോഗിക്കടാ? ഈ ഒരു ട്രയാങ്കിൾ അല്ലടാ, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. ആ കാര്യത്തിന്റെ പേരെന്താണ്? 3 വശം ബന്ധിപ്പിക്കുന്നത് പൈതഗോറസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നിങ്ങൾക്ക് അറിയാമോ പൈതഗോറസ്? അറിയാമോ പൈതഗോറസ് എന്താണ്? നമ്മുടെ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. എന്താണ് മക്കളെ? നമ്മുടെ ബേസ് ഉണ്ടല്ലോ മക്കളെ, നമ്മുടെ പാദം സ്ക്വയർ ഇൻറ്റു നമ്മുടെ പ്ലസ് നമ്മുടെ ഈ ഒരു ഓൾട്ടിറ്റ്യൂഡ്, അത് നമ്മൾ മലയാളത്തിൽ നമ്മൾ ലംബം എന്ന് പറയും. ഓക്കെ, ലംബം ബേസ് ഉണ്ട് നമ്മുടെ, അതായത് നമ്മുടെ പാദം ഉണ്ട്. ഇയാൾ ആരാണ്? ലംബമാണ്. ഇനി നമുക്ക് എന്തുണ്ട്? കർണമുണ്ട്. കർണം. റെഡി? ഇങ്ങനെ ഈ 3 ആൾക്കാരെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു വശം കാണാൻ പറ്റും, നമുക്ക് അറിയാത്ത വശം കാണാൻ പറ്റും. റെഡി? ഞാൻ എന്ത് ചെയ്യുന്നു? ആ ഒരു ഇക്വേഷൻ, പൈതഗോറസ് ഇക്വേഷൻ ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. നോക്കിക്കോ, എനിക്ക് കിട്ടേണ്ട ആളാരാണ്? ഈ ലംബാണ്. ഈ ലംബം എന്താണ്? എൻ്റെ ഓൾട്ടിറ്റ്യൂഡ് ആണ്. അപ്പൊ എൻ്റെ ഓൾട്ടിറ്റ്യൂഡ് ആരാണ് അവിടെ? ക്യു സി അല്ലേ? ക്യു സി. അപ്പൊ എൻ്റെ ക്യു സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ കർണം സ്ക്വയർ. കർണം ആരാണ്? ക്യു ആർ ആണ്. ക്യു ആർ സ്ക്വയർ മൈനസ് ആരായിരിക്കും? ആർ സി ആയിരിക്കും. റെഡി? ഇത് റെഡി അല്ലേ? ഇത് റെഡി ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നടാ? ഈ സ്ക്വയറിനെ ഈ സമചിഹ്നത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. സ്ക്വയറിന്റെ സമചിഹ്നത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ സ്ക്വയറിന്റെ ഓപ്പോസിറ്റ് പരിപാടി എന്താണ്? റൂട്ടാണ്. റൂട്ടല്ലേ സ്ക്വയറിന്റെ ഓപ്പോസിറ്റ് പരിപാടി. ഇനി ക്യു ആർ ആരാണെന്ന് നോക്കിയാൽ നമുക്ക് കിട്ടും റൂട്ട് 40 ആണ് മക്കളെ. റൂട്ട് 40. ഇനി ഈ റൂട്ട് 40ക്ക് എന്തുണ്ടടാ? ഒരു സ്ക്വയർ കൂടെ ഉണ്ടടാ. ക്യു ആർ സ്ക്വയർ ആണ്. ക്യു ആർ ആണ് റൂട്ട് 40. മൈനസ് ഉണ്ട് ആർ സി. ആരാണ്?
2 2നും എന്തുണ്ട്? ഒരു സ്ക്വയർ ഉണ്ട്. റെഡി? അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? റൂട്ട്. ഇനി ഇവിടെ ഒരു റൂട്ടും വന്നു, സ്ക്വയറും വന്നു. റൂട്ടും സ്ക്വയറും വന്നു. എടാ റൂട്ടും സ്ക്വയറും വന്നാൽ എന്ത് ചെയ്യും? ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് വന്നാൽ ഇല്ലാണ്ടായി പോവില്ലടാ ചെയ്യുക. നമ്മൾ പറയാറില്ലേ, ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ 2 ഓപ്പോസിറ്റുള്ള ആൾക്കാർ വന്നാൽ എന്ത് ചെയ്യില്ല, ഒരിക്കലും കൂടില്ല. അതുകൊണ്ട് ഈ ആളും ഇയാളും എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. അതുകൊണ്ട് നമുക്ക് ഇവിടെ 40 മൈനസ് എന്ത് ചെയ്യും? 2ന്റെ സ്ക്വയർ. 2ന്റെ സ്ക്വയർ വേഗം വരട്ടെ. 2ന്റെ സ്ക്വയർ 4 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് 36 എന്ന് കിട്ടും. റൂട്ട് 36 എത്രയാണ് മക്കളെ? 6 ആണ്. 6 ആണ് നമുക്ക് കിട്ടി. QC കിട്ടി. QC എത്രയാണ്? QC 6 ആണ്. ഈ ഒരു വശം എത്രയാണ്? BC എന്ന് പറഞ്ഞ വശം 2 + 6 8 ആണ്. 8 എന്താണ്? സെന്റിമീറ്റർ ആണ്. സെന്റിമീറ്റർ ആണ്. ഓപ്ഷനിലേക്ക് വന്ന് നോക്ക് മക്കളെ. ഓപ്ഷനിലേക്ക് വന്ന് നോക്ക്. കിടക്കുന്നു, ഇവിടെ കിടക്കുന്നു മച്ചാൻ. റെഡി? കിട്ടിയോ? നമ്മൾ എന്ത് ചെയ്യുന്നടാ? ഈ ഒരു ഫിഗർ വായിച്ചു. ഫിഗർ നമുക്ക് തന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ പൈതഗോറസ്, നമ്മളെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാത്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോർമുല അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയാനുണ്ട്, പൈതഗോറസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഒരു പൈതഗോറസ് നമ്മൾ നേരെ അപ്ലൈ ചെയ്ത് വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ പോയിട്ട് നമ്മുടെ വശം കണ്ടു, ആഡ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു വലിയ സ്ക്വയറിന്റെ ഒരു വശം കണ്ടു. ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവും. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം? വർക്കൗട്ട് ചെയ്ത് നോക്കണം. വർക്കൗട്ട് ചെയ്താൽ മാത്രമേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. റെഡി? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിൽ കാണാം കേട്ടോ. ബൈ.